ചില സമയം നമ്മൾ ഫീവർ, വൂണ്ട്സ്, സ്റ്റൊമക്ക് പെയിൻ പോലുള്ള കാര്യങ്ങൾക്ക് മാത്രം കെയർ കൊടുക്കുള്ളൂ. കാരണം അത് നമുക്ക് കാണാൻ പറ്റും. പനി ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ, സ്റ്റൊമക്ക് പെയിൻ, ഹെഡ് ഏക്ക് ഇതുപോലെയുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമുക്കത് കാണാൻ പറ്റും. അതിൻ്റെ സിംറ്റംസ് ഫീൽ ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അത് വെച്ച് നമുക്ക് എന്താണ് നമ്മുടെ ഇൽനെസ് എന്ന് മനസ്സിലാക്കാം. പക്ഷേ ദർ ആർ സൈലൻറ്റ് ഇൽനെസ്സസ്. നമുക്കറിയാൻ പറ്റാത്ത സൈലൻ്റ് ആയിട്ടുള്ള പല ഇൽനെസ് നമുക്കുണ്ട്. സച്ച് ആസ് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, ഹോർമോണൽ ഇംബാലൻസസ്, ഗട്ട് പ്രോബ്ലംസ്, PCOD or thyroid issue that also affect our mood, thoughts, emotions and memory. നമുക്ക് കാണാൻ പറ്റാത്ത പല ഇൽനെസ്സും ഉണ്ട്. അതായത് മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഇൽനെസ് സച്ച് ആസ് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്. നമ്മൾ മിക്കുള്ളവരും സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ടല്ലേ, പക്ഷേ അത് നമുക്ക് ചിലപ്പോൾ വിനയായി വരാൻ ചാൻസ് ഉണ്ട്. അത് നമുക്കൊരു പ്രശ്നമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ രാവിലത്തെ വെയിൽ മിക്കുള്ളവരും കൊള്ളത്തില്ല. ഇപ്പോഴത്തെ ജെൻസി കുട്ടികൾ മിക്കുള്ളവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ലേറ്റായിട്ടേ എണീക്കത്തുള്ളൂ. സ്കൂളിൽ പോകുന്നവരൊക്കെ കാര്യം മാറ്റി വെച്ചാൽ അല്ലാതെ ഉള്ളവർക്ക് ടീനേജേഴ്സ് മിക്കുള്ളവരും അല്ലെങ്കിൽ 20s ഉള്ളവർ മിക്കുള്ളവരും രാവിലെ ഉറക്കം എണീക്കത്തില്ല. വീട്ടിലുള്ളവർ വഴക്ക് പറയാറുമുണ്ട്. നമ്മളതിനെ മൈൻഡ് ആക്കാറില്ല. പക്ഷേ അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ വൈറ്റമിൻ D ഡെഫിഷ്യൻസി വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മളെ മെൻ്റലിയും എഫക്റ്റ് ചെയ്യും. എപ്പോഴും വീക്ക്നെസ് ഉണ്ടാകാനൊക്കെ ഇതിന് ചാൻസ് ഉണ്ട്. പിന്നെ ഹോർമോണൽ ഇംബാലൻസസ്, നമ്മുടെ ഇന്നത്തെ ഫുഡ് ഹാബിറ്റ്സ്, ഇതൊക്കെ നമ്മളെ പല രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യും, നമ്മളറിയാതെ തന്നെ. ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ഹോർമോണൽ ഇംബാലൻസസ് കൂടാനുള്ള മെയിൻ റീസൺ. പിന്നെ ഗട്ട് പ്രോബ്ലംസ്, ഇൻഡൈജഷൻ, പിന്നെ PCOD, തൈറോയിഡ് ഇഷ്യൂ, ഇതൊക്കെ നമ്മുടെ മൂഡിനെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ മെമ്മറീനെയൊക്കെ അഫക്റ്റ് ചെയ്യും, നമ്മളറിയാതെ തന്നെ. നമ്മളതിനെ ജസ്റ്റ് ലേസിനെസ് അല്ലെങ്കിൽ ഓവർ തിങ്കിങ് എന്നൊക്കെ വിളിക്കും. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ബോഡി തന്നെ നമ്മുടെ കൂടെ ഹെൽപ്പ് ചോദിക്കുന്നതായിരിക്കും. വൈറ്റമിൻ D or B12 ഡെഫിഷ്യൻസി, ഇത് സാഡ്നെസ്, വീക്ക്നെസ്, ഫർഗെറ്റ്ഫുൾനെസ്, ഈവൻ പാനിക് ഇതൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. വൈറ്റമിൻ D ഡെഫിഷ്യൻസി അല്ലെങ്കിൽ B12 ഡെഫിഷ്യൻസി ഇതൊക്കെ സാഡ്നെസ്, വിഷാദം, വീക്ക്നെസ്, ക്ഷീണം, ഫർഗെറ്റ്ഫുൾനെസ്, മറവി, ഈവൻ പാനിക് ആക്കാൻ വരെ ചാൻസ് ഉണ്ട്. ചില സമയത്ത് നമ്മൾ എന്തിനാണ് പാനിക് ആവുന്നതെന്ന് തന്നെ നമുക്കറിയില്ല. ഈ റീസൺസൊക്കെ കൊണ്ടും നമ്മൾ പാനിക് ആവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, തൈറോയിഡ് ഇംബാലൻസ്, എസ്പെഷ്യലി ഇൻ ഗേൾസിലുള്ള തൈറോയിഡ് ഇംബാലൻസ് കോസസ് ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ്, ഡിപ്രഷൻ, ഹെയർ ലോസ്, സ്ലീപ്പ് ഇഷ്യൂസ് ഇതൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. തൈറോയിഡ് ഇംബാലൻസ്, ഇമോഷണൽ അപ്സും ഡൗൺസും. ഇമോഷണലി നമ്മൾ അപ്പാവും ഡൗൺ ആവും. ചിലപ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ അത്രയും ഡിപ്രസ്ഡ് ആയിരിക്കും. പിന്നെ ഹെയർ ലോസ്, പിന്നെ സ്ലീപ്പ് ഇഷ്യൂസ്, ഉറക്കത്തിന് ഉള്ള പല പല ഇഷ്യൂസ്, ഇതൊക്കെ തൈറോയിഡ് ഇംബാലൻസ് കൊണ്ട് വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, PCOD or PCOS. Not just about irregular periods, it affects your mind, weight, sleep, confidence. ഇറഗുലർ പീരിയഡ്സ് മാത്രമല്ല, അത് നമ്മുടെ മൈൻഡിനെയും നമ്മുടെ വെയ്റ്റിനെയും നമ്മുടെ ഉറക്കത്തെയും നമ്മുടെ കോൺഫിഡൻസിനെ വരെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, ഗട്ട് ആൻഡ് മൈൻഡ് കറക്ഷൻ. പുവർ ഡൈജഷൻ ഓർ കോൺസ്റ്റൻറ്റ് ഗ്യാസ് ഓർ ബ്ലോട്ടിംഗ്, ഇറ്റ്സ് കണക്റ്റഡ് ടു മൂഡ് സ്വിങ്സ് ആൻഡ് ഈവൻ ആൻസൈറ്റി. ഇന്നത്തെ കാലത്ത് നമ്മൾ മിക്കുള്ളവരും കേൾക്കുന്ന ഒരു വേർഡാണ് മൂഡ് സ്വിങ്സ് അല്ലേ. പക്ഷേ പണ്ടത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ ഇതിനെ അഫക്റ്റ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സൊക്കെ തന്നെയാണ് മെയിൻലി ഇതിൻ്റെയൊക്കെ ഒരു റീസൺ. നമ്മുടെ ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കാത്തത്, കോൺസ്റ്റൻറ്റ് ഗ്യാസ് ഇഷ്യൂസ്, ബ്ലോട്ടിങ്, ഇതൊക്കെ ഗട്ട് ഇഷ്യൂസും മൈൻഡിൻ്റെ കണക്ഷൻ, ഗട്ടും മൈൻഡും തമ്മിലൊരു കണക്ഷൻ ലോസ്റ്റ് ആവുന്നതുകൊണ്ട് ഉണ്ടാവുന്നതാണ്. ഇത് നമ്മുടെ മൂഡ് സ്വിങ്സിനും ഈവൻ ആൻസൈറ്റിക്ക് വരെ കാരണമാവുന്നുണ്ട്. നെക്സ്റ്റ്, ലോ അയൺ ഓർ അനീമിയ, വിളർച്ച, അയണിൻ്റെ കുറവ്. മേക്സ് യു ഫീൽ ടയർഡ് ഈവൻ വെൻ യു ഹാവ് ഡൺ നത്തിങ്. നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാക്കാൻ ഇത് കാരണമാവുന്നു. ഇറ്റ് ഓൾസോ അഫക്റ്റ് യുവർ മെമ്മറി, നിങ്ങളുടെ ഓർമ്മേനെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യുന്നുമുണ്ട്. നെക്സ്റ്റ്, ക്രോണിക് ഇൻഫ്ലമേഷൻ. സം പീപ്പിൾ ആർ ഓൾവേസ് ഇറിറ്റേറ്റഡ്, ആംഗ്രി ഓർ ബ്ലാങ്ക്. ഇറ്റ് കുഡ് ബി ഹിഡൻ ഇൻഫ്ലമേഷൻ ഫ്രം ഫുഡിൽ നിന്ന് ഉണ്ടാവുന്ന
നമ്മുടെ ഫുഡിൽ നിന്ന് ഉണ്ടാവുന്ന ഹിഡൻ ഇൻഫ്ലമേഷൻ കാരണമായിരിക്കും. ചിലർക്ക് നമ്മളെപ്പോഴും ഇറിറ്റേറ്റഡ് ആയിരിക്കും. ചെറിയൊരു കാര്യം കൊണ്ട് തന്നെ നമ്മളെപ്പോഴും പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും, നമുക്ക് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവും, നമ്മൾ പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോവും. ഇതൊക്കെ ക്രോണിക് ഇൻഫ്ലമേഷൻ്റെ കാരണം നമുക്കുണ്ടാവുന്നതാണ്. നെക്സ്റ്റ്, ഇമോഷണൽ ഈറ്റിംഗ് ആൻഡ് നെഗ്ലെക്റ്റ്. ചില സമയത്ത് നമ്മൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തപ്പോൾ നമ്മൾ ഈറ്റിംഗ് അല്ലെങ്കിൽ ഫുഡിലോട്ട് നമ്മൾ അഡിക്റ്റഡ് ആയി പോവല്ലേ, ഇല്ലെങ്കിൽ നമ്മൾ ഫുഡിനെ ഫുള്ളായിട്ട് നമ്മൾ നെഗ്ലെക്റ്റ് ചെയ്ത് കളയും. ഇതൊക്കെയും നമ്മളിങ്ങനെ എഫക്റ്റ് ചെയ്യാൻ കാരണമാവുന്നുണ്ട്. ലൈക്ക് സ്കിപ്പിംഗ് മീൽസ് സ്കിപ്പ് ചെയ്യുന്നത്. സ്ട്രെസ് ഈറ്റിംഗ് മീൻസ് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഫുഡിനെ ആശ്രയിക്കും. ആ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഒരു അഡിക്ഷൻ പോലെയായി നമുക്ക് ഹാപ്പിനെസ് വരും, നമുക്ക് കുറച്ച് റിലീഫ് കിട്ടും, നമുക്ക് സമാധാനം കിട്ടും. ജങ്ക് ഫുഡിനോട് കൂടുതൽ അട്രാക്ഷൻ, അഡിക്ഷൻ, ഇതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ ഹാപ്പിനെസ് തോന്നുന്നത്. ഓൾ എഫക്റ്റ് ബോത്ത് ബോഡി ആൻഡ് ഇമോഷണൽ ബാലൻസ്. ഇതെല്ലാം നിങ്ങളെ ബോഡീനെ മാത്രമല്ല നിങ്ങളെ മൈൻഡിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അറിയാതെ തന്നെ. ഇല്ലെങ്കിൽ തീരെ ഫുഡ് കഴിക്കാതിരിക്കുക, ഇതൊക്കെ നമ്മുടെ മൈൻഡിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. Sometimes your sadness is not just sadness. Sometimes it's a body that's tired of being ignored. Don't just heal your thoughts, heal your health too. ചില സമയത്ത് നിങ്ങളുടെ സാഡ്നെസ്, നിങ്ങളുടെ വിഷാദം അല്ലെങ്കിൽ വിഷമം മാത്രമാവില്ല. ചില സമയത്ത് നിങ്ങളുടെ വിഷമം മാത്രമായിരിക്കില്ല. ചില സമയത്ത് നമ്മുടെ ബോഡി അതിനെ നമ്മൾ അവഗണിക്കുന്നതുകൊണ്ട് ടയേർഡ് ആവുന്നതായിരിക്കാം. അത് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കാം. ഗിവ് മീ എ ലിറ്റിൽ കെയർ ടു എന്ന് നമ്മളോട് പറയുന്നതായിരിക്കാം. നിങ്ങളുടെ തോട്ട്സിനെ മാത്രം ഹീൽ ചെയ്താൽ പോരാ, നിങ്ങളുടെ ഹെൽത്തിനെയും നിങ്ങൾ ഹീൽ ചെയ്യുക. ഹെൽത്ത് മീൻസ് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, ഓൾസോ യുവർ മെൻ്റൽ ഹെൽത്ത്. നെക്സ്റ്റ്, ഹിസ്റ്റമിൻ ഇൻടോളറൻസ്. ഈവൻ ഇഫ് യു ആർ നോട്ട് അലർജിക്, ഹൈ ഹിസ്റ്റമിൻ ഫുഡ്സ് ലൈക്ക് പിക്കിൾസ്, ഫെർമെൻറ്റഡ് ഫുഡ്സ്, chocolate, leftover rice can cause brain fog, anxiety, irritability, sleeplessness. Many don't know why they suddenly feel off. This could be one reason. അതായത് നെക്സ്റ്റ് പറയുന്നത് ഹിസ്റ്റമിൻ ഇൻടോളറൻസ്. നിങ്ങൾ ചിലപ്പോൾ അലർജിക്ക് പോലും അല്ലായിരിക്കും, എന്നാൽ പോലും ഹിസ്റ്റമിൻ ഫുഡ്സിനോടുള്ള ഹൈ ഹിസ്റ്റമിൻ ഫുഡ്സ് ലൈക്ക് പിക്കിൾസ്, അച്ചാറ്, ഫെർമെൻറ്റഡ് ഫുഡ്സ്, ചോക്ലേറ്റ്, ലെഫ്റ്റ് ഓവർ റൈസ്, തലേ ദിവസത്തെ അരി, ചോറ്, ഇതൊക്കെ കാരണം നിങ്ങൾക്ക് ബ്രെയിൻ ഫോഗ് ഉണ്ടാവാം, ആൻസൈറ്റി ഉണ്ടായിരിക്കാം, ഇറിറ്റബിലിറ്റി ഉണ്ടാവാം, സ്ലീപ്ലെസ്നെസ്, ഉറക്കക്കുറവ് വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പലർക്കും അറിയില്ല എന്തുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് ഓഫായിട്ട് നമുക്ക് തോന്നുന്നതെന്ന്. ഇത് ഒരു റീസൺ ആയിരിക്കാം, മേ ബി. നെക്സ്റ്റ്, മെഗ്നീഷ്യം ഡെഫിഷ്യൻസി. ഇഫ് യു ഫീൽ റെസ്റ്റ്ലെസ് അറ്റ് നൈറ്റ്, റാൻഡം ബോഡി ജെർക്സ്, sudden panic without reason, it could be lack of magnesium, especially in girls under stress ഉള്ള ഗേൾസിന് മെയിൻലി പെട്ടെന്ന് പാനിക് ആവുന്നത്, ഒരു റീസൺ ഇല്ലാതെ പാനിക് ആവുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് ബോഡി ജേർക്സ് ഉണ്ടാവുന്നത്, രാത്രി റെസ്റ്റ്ലെസ് ആയിട്ട് തോന്നുന്നത്, ഒരു സമാധാനം ഇല്ലാത്ത പോലെ തോന്നുന്നത്, ഇതൊക്കെ മഗ്നീഷ്യത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കാം ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, മൈൽഡ് ഡീഹൈഡ്രേഷൻ. യെസ്, even mild dehydration can affect memory, mood, skin, digestive rhythm. ഇതൊക്കെ അതായത് ഈവൻ നമ്മൾ ചെറിയ ഡീഹൈഡ്രേഷൻ ഉണ്ടായാൽ പോലും നമ്മുടെ മെമ്മറിനെയും നമ്മുടെ മൂഡിനെയും നമ്മുടെ സ്കിന്നിനെയും അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷനെയും ആ ഡൈജസ്റ്റീവ് റിതം, ആ ഒരു മ്യൂസിക് അല്ലെങ്കിൽ റിതം ഓഫ് ഡൈജഷൻ, ഇതിനെയെല്ലാം ഈവൻ ചെറിയ മൈൽഡ് ഡീഹൈഡ്രേഷൻ വരെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വിചാരിക്കും അത് സ്ട്രെസ്സാണെന്ന്, ബട്ട് ഇറ്റ് മൈറ്റ് ജസ്റ്റ് നോട്ട് ബി ഡ്രിങ്കിങ് ഇനഫ് ക്ലീൻ വാട്ടർ. നമ്മൾ ജസ്റ്റ് ക്ലീൻ വാട്ടർ കുടിക്കാത്തതായിരിക്കാം അതിൻ്റെ റീസൺ. സോ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. നെക്സ്റ്റ്, ബ്ലഡ് ഷുഗർ ഇംബാലൻസ്. ഈവൻ വിത്തൗട്ട് ഡയബറ്റീസ് ഇല്ലാതെ ആണെങ്കിൽ പോലും ബ്ലഡ് ഷുഗറിലുണ്ടാകുന്ന ഇംബാലൻസസും നിങ്ങളെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. വെൻ യു സ്കിപ്പ് മീൽസ്, ഈറ്റ് ഓൺലി ഷുഗർ ഓർ സ്നാക്സ് ഓർ ബിഞ്ച് ലേറ്റ് നൈറ്റ്, ഇമോഷണൽ ക്രാഷസ്, ഷേക്കിനെസ്, സഡൻ ക്രൈങ്, ആങ്കർ. It's not just mental. Your glucose is dipping too fast. നിങ്ങൾ
മീൽസ് സ്കിപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷുഗർ മാത്രം കഴിക്കുമ്പോൾ, സ്നാക്സ് മാത്രം കഴിക്കുമ്പോൾ, അറിയാതെ തന്നെ രാത്രി ആവശ്യത്തിലധികം ഫുഡ് കഴിക്കുന്നത്, ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഇമോഷണൽ ക്രാഷസ് ഉണ്ടാവാം, ഷേക്ക്നെസ് ഉണ്ടാവാം, പെട്ടെന്നുള്ള ക്രൈം, പെട്ടെന്ന് നിങ്ങൾ അറിയാതെ തന്നെ കരയും. ഇതൊക്കെ കൊണ്ടാണ് ഈ ലേറ്റ് നൈറ്റൊക്കെ ആവശ്യത്തിലധികം ഫുഡ് നമ്മൾ അറിയാതെ തന്നെ കഴിക്കുന്നത് കൊണ്ടാണ് നമ്മളിൽ മിക്കുള്ളവരും 2 മണി 3 മണി സമയത്ത് നമുക്ക് ആരുമില്ല, അല്ലെങ്കിൽ ഒരു റീസൺ ഇല്ലാതെ നമ്മൾ വെറുതെ കരയും. നമുക്കൊരു റീസൺ ഉണ്ടെന്ന് തോന്നും, പക്ഷേ ആക്ച്വലി അതൊരു റീസൺ പോലും അല്ലായിരിക്കും. നെക്സ്റ്റ്, ആങ്കർ, ദേഷ്യം. അത് ജസ്റ്റ് മെൻ്റൽ അല്ല, നിങ്ങളുടെ ഗ്ലൂക്കോസ് പെട്ടെന്ന് കുറയുകയാണ്, ലോ ആയി പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കാതെ തന്നെ നിങ്ങളുടെ ഗ്ലൂക്കോസ് ലെവൽ അല്ലെങ്കിൽ ഷുഗർ ലെവൽ ഹൈ ആയി പോകുന്നു. ഇതൊക്കെ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ഇംബാലൻസ് ഉണ്ടാവുന്നതാണ്. നെക്സ്റ്റ്, മെയിൻലി ലാക്ക് ഓഫ് സൺലൈറ്റ്, sun-starved mind. People who avoid the sun due to busy life or depression may feel more anxious, sleep poorly, crave sugar and warmth from people. Sunlight actually touches the pineal gland in your brain, which regulates sleep and emotion. ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടാത്തത്, അപ്പോൾ നമ്മുടെ മൈൻഡ് സൺസ്റ്റാർവ്ഡ് ആയി പോവും. അതായത് സൺലൈറ്റ് കിട്ടാൻ സ്റ്റാർവ് ചെയ്യും. ഇങ്ങനെ ബിസി ലൈഫ് അല്ലെങ്കിൽ ഡിപ്രഷൻ കാരണം സണ്ണിനെ അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരിൽ അവർക്ക് കൂടുതൽ ആങ്സൈറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവർക്ക് ആവശ്യത്തിന് ഉറക്കം കിട്ടില്ല, അവർ ഷുഗറിനെ ക്രേവ് ചെയ്യും, മറ്റുള്ള ആൾക്കാരിൽ നിന്നൊരു വാംത്ത് വേണമെന്ന് അവർ ക്രേവ് ചെയ്യും. സൺലൈറ്റ് ആക്ച്വലി നമ്മുടെ പീനിയൽ ഗ്ലാൻഡ്, ബ്രെയിനിലുള്ള പീനിയൽ ഗ്ലാൻഡിനെ ടച്ച് ചെയ്യുകയാണ്. അതാണ് നമ്മുടെ ഉറക്കത്തിനെയും ഇമോഷനെയൊക്കെ കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. നെക്സ്റ്റ്, സ്ലീപ്പ് ഡെഫിഷ്യൻസി ദാറ്റ് ഡസ് നോട്ട് ലുക്ക് ലൈക്ക് ഇൻസോംനിയ പോലെ തോന്നില്ല, പക്ഷേ അതൊരു സ്ലീപ്പ് ഡെഫിഷ്യൻസിയാണ്. സം പീപ്പിൾ സ്ലീപ്പ് 6 hours, wake up okay, but still feel emotionally numb, have no excitement, get easily overwhelmed. It's mental fatigue from poor quality sleep, not quantity. അതായത് ചില ആൾക്കാർ 6 മണിക്കൂർ ഉറങ്ങിയാൽ പോലും അവർ ഒരു ഓക്കെ എന്നുള്ള രീതിയിലായിരിക്കും ഉണരുന്നത്, പക്ഷേ അവർക്ക് ഇമോഷണലി നമ്പായിട്ട് തോന്നും, ഒരു ബലമില്ലാത്ത പോലെ, ഒരു നമ്പാണെന്നുള്ള രീതി തോന്നും. മെയിൻലി അവർക്ക് ഇമോഷണലിയാണ് നമ്പായിട്ട് തോന്നുന്നത്. അവർക്കൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല, ലൈഫിനോട് ഒരു എക്സൈറ്റ്മെൻറ്റ് അവർക്ക് തോന്നില്ല, അവർ പെട്ടെന്ന് ഓവർവെൽംഡ് ആയിരിക്കും, അവർക്കൊരു ഇമോഷണൽ ടോളറൻസ് ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ അവരുടെ മെൻ്റൽ ഫെറ്റീഗാണ്, അവർക്ക് ആവശ്യത്തിന് സ്ലീപ്പ് കിട്ടാത്തത് കൊണ്ട് വരുന്നത്. അത് ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാണ്. അതായത് അവർ ആവശ്യത്തിലധികം ഉറങ്ങുന്നുണ്ടായിരിക്കും, അവർക്ക് അത്രയും ക്വാണ്ടിറ്റി സ്ലീപ്പ് കിട്ടുന്നുണ്ടായിരിക്കും, പക്ഷേ അവരുടെ സ്ലീപ്പിന് ക്വാളിറ്റി ഉണ്ടായിരിക്കില്ല, അത് പുവർ ക്വാളിറ്റി ആയിരിക്കും. നെക്സ്റ്റ്, ഓവർലോഡ് ഓഫ് സ്ക്രീൻസ്, ഡോപ്പമിൻ ഡ്രെയിൻ. അതായത് അവരുടെ ലൈഫിൽ എപ്പോഴും കൂടുതൽ സ്ക്രീൻ ടൈം ആയിരിക്കും അവർ കൊടുക്കുന്നത്. യൂസിങ് സ്ക്രീൻസ് ഓൾ ദ ടൈം ഫോർ കംഫർട്ട് ആക്ച്വലി ഡ്രെയിൻസ് ഡോപ്പമിൻ. Dopamine is a neurotransmitter, a chemical messenger in the brain that plays a crucial role in the brain's reward system, motivation, movement and mood. ഡോപ്പമിൻ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ മെസ്സഞ്ചർ ആണ്. അത് നമ്മുടെ നെർവ് സെൽസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ റിവാർഡ്, മോട്ടിവേഷൻ, ബ്രെയിനിൻ്റെ റിവാർഡ് സിസ്റ്റം, അതിൻ്റെയൊക്കെ കീ കമ്പോണൻ്റ് ആണ് ഡോപ്പമിൻ. ഇതാണ് നമുക്ക് പ്ലഷർ ഫീൽ ചെയ്യുന്നതിനും മോട്ടിവേറ്റഡ് ആവുന്നതിനും എല്ലാം കാരണം. ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു ഫീലിംഗ് ഓഫ് പ്ലഷർ ആൻഡ് മോട്ടിവേറ്റിംഗ് us to repeat behaviors that lead to those feelings. മോട്ടിവേറ്റഡ് ആവുന്നതിനും പ്ലഷർ കിട്ടുന്നതിനും ആ ഒരു ഫീലിംഗ് കിട്ടാൻ നമ്മൾ എന്താണോ ചെയ്യുന്ന ആ ഒരു ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാൻ കാരണവും അതാണ്. ഡോപ്പമിൻ നമ്മുടെ മൂഡിനെയും അറ്റൻഷനെയും ഫോക്കസിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ നമ്മൾ പറഞ്ഞു വന്നത്, ഒരു കംഫേർട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എല്ലാ സമയവും അല്ലെങ്കിൽ കൂടുതൽ സമയം നമ്മൾ ഈ സ്ക്രീനിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ആക്ച്വലി നമ്മുടെ ഡോപ്പമിൻ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ലാക്ക് ഓഫ് മോട്ടിവേഷൻ കുറവ്, അല്ലെങ്കിൽ ഇനബിലിറ്റി ടു എൻജോയ് സ്മോൾ ജോയ്സ്,
ചെറിയ സന്തോഷം അല്ലെങ്കിൽ എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നതിനുള്ള ഇനബിലിറ്റി, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ക്രോളിംഗ് അഡിക്ഷൻ ഇതിനൊക്കെ കാരണമാവുന്നുണ്ട്. നെക്സ്റ്റ്, അൺപ്രോസസ്ഡ് ട്രോമ ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിലുള്ള പ്രോസസ്സ് ചെയ്യാത്ത ട്രോമ. ഇഫ് യു വെർ ഇമോഷണലി നെഗ്ലക്റ്റഡ്, ഈവൻ സ്മോൾ ബോഡി പെയിൻസ് ക്യാൻ ട്രിഗർ ക്രൈം, ഫിയർ, ബ്ലാങ്ക്നെസ്. അതായത് ചില സമയത്ത് നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ഈവൻ നമ്മുടെ ചെറിയ ബോഡി പെയിൻസ് വരെ നമ്മളെ ട്രിഗർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ക്രൈയിങ്, അല്ലെങ്കിൽ കരച്ചിൽ, പേടി, ബ്ലാങ്ക് ആവുന്നത്. ബിക്കോസ് ബോഡി റിമെമ്പേഴ്സ് വാട്ട് യുവർ മൈൻഡ് ട്രൈസ് ടു ഫർഗെറ്റ്. നിങ്ങളുടെ മൈൻഡ് ഫർഗെറ്റ് ചെയ്യാൻ നോക്കിയാലും മറക്കാൻ നോക്കിയാലും പക്ഷേ നിങ്ങളുടെ ബോഡി അതിനെ ഓർക്കുന്നുണ്ട്, റിമെമ്പർ ചെയ്യുന്നുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇമോഷണലി നെഗ്ലക്റ്റഡ് ആവുമ്പോഴും നിങ്ങളത് മറക്കാൻ ശ്രമിക്കുന്നുണ്ടാവും ഇൻ യുവർ മൈൻഡ്. പക്ഷേ നിങ്ങളുടെ ബോഡി അതിനെ പെട്ടെന്ന് ലീവ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഇത് കിടക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ട്രോമ നിങ്ങളുടെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് അതിനെ അറിയാവുന്നതുകൊണ്ട്, അതിനെ റിയലൈസ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് ട്രിഗർ ആവും. അതുകൊണ്ട് നിങ്ങൾക്ക് ക്രൈയിങ്, ഫിയർ, ബ്ലാങ്ക്നെസ് ഇതൊക്കെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ചില സമയത്ത് നമ്മുടെ മൈൻഡിനാണ് പ്രശ്നമെന്ന് നമുക്ക് തോന്നും, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് പറയും നിങ്ങളുടെ മനസ്സിനാണ് പ്രശ്നം. പക്ഷേ ആക്ച്വലി അതായിരിക്കില്ല ട്രൂത്ത്. ഈവൻ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിരിക്കാം, അല്ലെങ്കിൽ തൈറോയ്ഡ് ഇംബാലൻസ് ആയിരിക്കാം. ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ബോഡിയും എഫക്റ്റഡ് ആവുന്നത്. ഈ ഒരു റിയലൈസേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. സംടൈംസ് നമ്മൾ തന്നെ നമുക്കൊരു സ്ട്രെസ് ഉണ്ടാക്കുന്നതാവില്ല, നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുന്നതാവില്ല. സോ ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി ലൈക്ക് യു ടേക്ക് കെയർ ഓഫ് സംവൺ യു ലവ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നിങ്ങൾ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടോ അതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ ബോഡീനെ കെയർ ചെയ്യുക. ആൻഡ് വെൻ യുവർ ബോഡി സ്റ്റാർട്ട്സ് ഹീലിംഗ്, യുവർ ഹാർട്ട് വിൽ സ്ലോലി ഫോളോ. മാത്രമല്ല നിങ്ങളുടെ ബോഡി ഹീൽ ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഹാർട്ടും അതുപോലെ ഹീലായിക്കോളും, നിങ്ങളറിയാതെ തന്നെ. യു ക്ലിക്ക് ദിസ് വീഡിയോ ബിക്കോസ് യു ഡിസേർവ് ടു ഹിയർ ദീസ്. You need to realize and understand your body as well as your mind. Chilanga is for those who truly deserve to hear this. It's for the hearts that are worthy of hearing this. Sometimes healing begins the moment someone simply understands. ചില സമയം ഹീലിംഗ് തുടങ്ങുന്നത് ചില ആൾക്കാർ അതിനെപ്പറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആ മൊമെൻറ്റിലായിരിക്കും അവരുടെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ലെറ്റ് യു ഹീൽ യുവർ സെൽഫ്. ലവ് യു. ബൈ. സീ യു സൂൺ.